അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. എൻ്റെ പ്രിയ സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ചാനലിന് ഒരു പുതിയ പേര് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് നല്ല പേരുകൾ നിർദ്ദേശിച്ച് എന്നെ പിന്തുണച്ച, പ്രോത്സാഹിപ്പിച്ച മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും ഒരായിരം ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. ദീൻ വഴി എന്ന ഈ ഒരു പുതിയ തുടക്കം ഇൻഷാ അല്ലാഹ് പ്രവാചക പ്രകീർത്തനങ്ങളിലൂടെ നമുക്ക് നടത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ, വിടവാങ്ങൽ കൊണ്ട് പ്രസിദ്ധമായ പുണ്യ റബീഉ ഏതാനും ദിവസങ്ങൾക്കകം നമ്മിലേക്ക് എത്തുകയാണ്. ഇനിയുള്ള ദിനരാത്രങ്ങൾ പ്രവാചക പ്രകീർത്തനങ്ങളാൽ അനുഗ്രഹീതമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കും അതിൽ ഭാഗവാക്കാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് പറയുകയാണ്: പ്രവാചകരെ, അങ്ങേ പ്രകീർത്തിക്കാൻ, അങ്ങേ മദ്ഹ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ സംഭവം ഇബ്നുലാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലിരിക്കുമ്പോൾ ഫഖാല ലഹുൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് പറഞ്ഞു: യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ഉരീദു അൻ അംദഹക, അങ്ങയെ വാഴ്ത്താൻ, അങ്ങയെ പുകഴ്ത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തേക്ക് വിളിക്കുകയാണ്. അടുത്തേക്ക് വിളിച്ച് അനുഗ്രഹങ്ങൾ നൽകുകയാണ്. കുറവുകളും പിഴവുകളും ഒന്നും സംഭവിക്കാതെ, നിന്റെ വായിന് കുറവുകളും പിഴവുകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. അതിനെ തുടർന്ന് ഇബ്നു അബ്ബാസ് തുടങ്ങുകയാണ്. ഇബ്നു അബ്ബാസ് തുടർന്നു: ആ പ്രവാചക പ്രകീർത്തനങ്ങൾ ഇബ്നു അബ്ബാസ് തുടങ്ങി. വ്യക്തമായി നീണ്ട കവിതാശകലങ്ങളിലൂടെ പലരും ഇതിനെ വ്യക്തമാക്കുന്നു. പ്രവാചകരെ, അങ്ങ് ആദം അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയുമൊക്കെ സ്വർഗലോകത്തായപ്പോ അവരുടെ മുതുകിൽ അങ്ങ് സ്വർഗലോകത്തായിരുന്നു. അങ്ങനെ മുതുകിൽ നിന്ന് ഗർഭാശയത്തിലേക്ക് ഇങ്ങനെ വന്നു അങ്ങ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോ ഈ ലോകം തന്നെ പ്രകാശിച്ചിട്ടുണ്ട്. വലിയ പ്രകാശത്തോടുകൂടെയാണ്, പ്രഭയോടുകൂടിയാണ് അങ്ങയെ വരവേറ്റത്. അങ്ങയുടെ വരവറിയിച്ചത് ഒരു വലിയ പ്രഭയോടെയാണ് പ്രവാചകരെ. വീണ്ടും തുടർന്ന് പറയുന്നുണ്ട്: അങ്ങയുടെ പ്രകാശം അത് അന്ധകാരത്തിന്റെ ഇരുൾ മൂടിയ ലോകത്തെ ഉത്തമ സംസ്കാരത്തിലേക്ക് കൈപിടിച്ചുയർത്തി. അത് ആത്മപ്രകാശം, ആത്മവെളിച്ചം ലോകാവസാനം വരെ സത്യവിശ്വാസികളിലൂടെ കൈമാറിപ്പോവുക തന്നെ ചെയ്യും. ഇന്ന് ആ ആത്മവെളിച്ചത്തിന്റെ വാഹകർ, ആ ആത്മവെളിച്ചം പ്രകാശിപ്പിക്കേണ്ടവർ നാം ആണെന്ന് തിരിച്ചറിയുക. അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നിരുന്ന ഒരു സമൂഹത്തിന് ശരിയായ ദൈവിക സന്ദേശം നൽകി അവരെ ഏറ്റവും നല്ല ഉത്തമ സമൂഹമാക്കി പ്രവാചകർ പരിവർത്തിപ്പിച്ചു. ഈ കാലത്ത് നമുക്ക് ശരിയായ ദൈവിക സന്ദേശങ്ങളെ, പ്രവാചക പഠനങ്ങളെ നമുക്ക് ശരിയായ രൂപത്തിൽ കൈമാറാൻ കഴിഞ്ഞാൽ ഇന്നും നമ്മൾ കാണുന്ന വൃത്തികേടിൽ നിന്ന് ജനങ്ങളെ സംസ്കരിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഇൻഷാ അല്ലാഹ് ഈ 1500
മീലാദ് മുബാറക്കിന്റെ ആ ഘോഷങ്ങൾ ആ ഒരർത്ഥത്തിലേക്ക് നമ്മെ ഉയർത്തട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, നിന്റെ ഹബീബായ റസൂലുള്ളാഹിയുടെ നാൾ വഴികളിലൂടെ അവിടുത്തെ തിരുസുന്നത്തിലൂടെ മരണം വരെ മുന്നോട്ട് പോവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ തമ്പുരാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ സഹോദരങ്ങളോട് മറ്റൊരു അപേക്ഷ, ഇൻഷാ അല്ലാഹ് ദീൻ വഴി എന്ന ഈ സംവിധാനം നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമന്റ് ചെയ്ത് നിങ്ങൾ അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ വളരേണ്ടതുണ്ട്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് അതിനുള്ള വഴി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.